വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും USSന് വേണ്ടിയിട്ടുള്ള അവസാനഘട്ട പ്രിപ്പറേഷനിലായിരിക്കും അല്ലെ? അപ്പൊ ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് USS സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. അപ്പൊ ഏതാണ് ചാപ്റ്റർ എന്ന് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? സേഫ്റ്റി ഇൻ ഫുഡ് 2, നമ്മുടെ ഭക്ഷ്യ സുരക്ഷയെ കുറിച്ചുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ? ഭക്ഷണത്തിന്റെ സുരക്ഷ, അതിന്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരിക്കുന്നത്. അപ്പൊ കുഞ്ഞു ചാപ്റ്റർ ആണ്, അവസാനത്തെ ചാപ്റ്റർ ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ചാപ്റ്റർ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ സ്കിപ്പ് ചെയ്ത് കളയരുത്. ഒരുപാട് ചോദ്യങ്ങൾ USS എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണിത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ടീച്ചർ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് ഒരുമിച്ച് തന്നെ ഇപ്രാവശ്യത്തെ USS എക്സാം അല്ലെ എഴുതണം. എഴുതിയാൽ മാത്രം പോരാ അല്ലെ, ഏറ്റവും അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്ത് USS ജേതാക്കളായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറണം. അപ്പൊ ടീച്ചർ ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്, പാല് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഒരു രീതി നമ്മൾ അവലംബിക്കുന്നുണ്ട് അല്ലെ? അതായത് മെത്തേഡ് ഇൻ വിച്ച് മിൽക്ക് ഈസ് പ്രിസർവ്ഡ് അല്ലെ? മിൽക്ക് നമ്മൾ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു രീതി ഏതാണ് എന്നുള്ളത് നിരവധി പ്രാവശ്യം എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ് അല്ലെ? അപ്പൊ ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? അപ്പൊ മക്കളെ, ഏതാണ് ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്? പാൽ അല്ലെ? പാല് കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് പാസ്ചറൈസേഷൻ അല്ലെ? പാസ്ചറൈസേഷൻ എന്നുള്ള ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് പാസ്ചറൈസേഷൻ എന്നുള്ള പേര് വന്നത്? ഇപ്പൊ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം പിടികിട്ടിയിട്ടുണ്ടാവും അല്ലെ? മഹാനായിട്ടുള്ള ശാസ്ത്രജ്ഞനായിട്ടുള്ള ലൂയി പാസ്ചർ അല്ലെ? അദ്ദേഹത്തിന്റെ പേരിന്റെ സെക്കൻഡ് തന്നെ ഉണ്ട് അല്ലെ? പാസ്ചർ എന്ന് പറയുന്നത് ലൂയി പാസ്ചർ ആണ് പാസ്ചറൈസേഷൻ എന്നുള്ള ടെക്നിക്ക് വികസിപ്പിച്ചെടുത്തത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെത്തേഡിനെ നമ്മൾ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല, ലൂയി പാസ്ചറിനെ നമ്മൾ മറ്റൊരു സ്ഥലത്തും കണ്ടിട്ടുണ്ട് അല്ലെ? എവിടെയാണ് നിങ്ങൾ കണ്ടത്? പേപ്പട്ടി വിഷബാധ അല്ലെ? പേപ്പട്ടി വിഷബാധ എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ അല്ലെ? അപ്പൊ പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ഒരു വാക്സിൻ വികസിപ്പിച്ചെടുത്തത് അല്ലെ? റാബിസ് വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ആരാണ്? ലൂയി പാസ്ചർ ആണ്. ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക അല്ലെ? നമ്മൾ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പൊ എന്ത് ചെയ്യും, കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതെന്താണ്? അപ്പൊ പേപ്പട്ടി വിഷബാധ എന്ന് പറയുമ്പോൾ വാക്സിൻ ആണ്, വൈറസ് ആണ് പരത്തുന്നത് എന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും നേരെ തിരിച്ച് പാഠഭാഗത്തിലേക്ക് പോകാം. അപ്പൊ എന്താണ് ഈ ഒരു പാസ്ചറൈസേഷൻ ടെക്നിക് എന്ന് പറഞ്ഞാൽ എന്ന് നിങ്ങളോട് ചോദിക്കാറുണ്ട് അല്ലെ? എന്താണ് ഈ പാസ്ചറൈസേഷൻ ടെക്നിക് എന്ന് പറഞ്ഞാൽ? പാലെടുക്കുക, പാല് പെട്ടെന്ന് എന്ത് ചെയ്യുക, ഒരു 30 സെക്കൻഡ്സ് നേരം നമ്മൾ ഒരു 70 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുക, എന്നിട്ട് വേഗം തന്നെ കൂൾ ചെയ്യുക അല്ലെ? 70 ഡിഗ്രി സെൽഷ്യസ് ഉള്ളതിന് ഒരു 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ചൂടാക്കിയതിനു ശേഷം തണുപ്പിച്ച് കളയുക അല്ലെ? അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന പെട്ടെന്നുള്ള ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഇതിന്റെ അകത്തുള്ള ബാക്ടീരിയ ഒക്കെ എന്ത് ചെയ്യും, നശിച്ചു പോകും അല്ലെ? ഇങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് നടക്കുന്നത്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ നന്നായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇനി വളരെ പ്രധാനമായിട്ട് നിങ്ങളോട് എന്താണ് ചോദിക്കുക എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത്. ഫുഡ് അഡൾട്രേഷൻ എന്ന് പറയുന്നത് USS എക്സാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയും കൂടെയാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളിലും ഇന്ന് എന്താണ്, മായമാണ് അല്ലെ? ഒരുപാട് മായം ഇങ്ങനെ കലർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വിശ്വസിച്ചിട്ട് എങ്ങനെയാണ് ഫുഡ് കഴിക്കുക എന്ന് വരെ ഇപ്പൊ ചിന്തിച്ചു പോകുന്ന കാലം അല്ലെ? മുളക് പൊടിയിൽ അല്ലെ, നിങ്ങൾക്ക് അറിയാലേ, ഒരുപാട് ഇഷ്ടിക പൊടി കലർത്താറുണ്ട്. നമ്മുടെ തേയില അല്ലെ, ചായപ്പൊടിയിലായിക്കോട്ടെ കാപ്പിപ്പൊടിയിലായിക്കോട്ടെ എല്ലാത്തിലും എന്താണ്, മായം കലർത്തുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ? അതിനായിട്ട് വിവിധ തരത്തിലുള്ള ഫുഡ് കളേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് നിരവധി പ്രാവശ്യം USS എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്, പാലിന്റെ പരിശുദ്ധി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നുള്ളത് അല്ലെ? നമ്മൾ ക്വാളിറ്റി ഓഫ് മിൽക്ക് എന്നുള്ള ഏരിയയിൽ അത് ഡിസ്കസ് ചെയ്തതായിരുന്നു. അതായത് അല്ലെ, പാലിന്റെ കൊഴുപ്പ് കൂട്ടിക്കാണിക്കാൻ അല്ലെ, അല്പം അളവ് കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ വെള്ളം ചേർക്കും അല്ലെ? ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പറ്റിക്കാറുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ പറ്റിക്കാറില്ല, അങ്ങനെ ചെയ്യുന്ന ആളുകൾ പറ്റിക്കാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്താണ്, മായം ചേർക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് എന്നുള്ള ചോദ്യമുണ്ട്. അതിനുള്ള ആൻസർ ആണ് ഇവിടെ കാണുന്നത് അല്ലെ? അപ്പൊ പാലിലെ മായം അല്ലെ, പാലിലെ മായം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ
ലാക്ടോമീറ്റർ. എന്താണ്? ലാക്ടോമീറ്റർ. വളരെയധികം പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ലാക്ടോമീറ്റർ ആണ് പാലിന്റെ പരിശുദ്ധി അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ എന്ത് ചെയ്തു? ഒരേപോലത്തെ 3 ടെസ്റ്റ് ട്യൂബുകൾ എടുത്തു. ഈ 3 ടെസ്റ്റ് ട്യൂബിലും നമ്മൾ എന്ത് ചെയ്തു? ഒന്നില് പാല്, മിൽക്ക് ഉപയോഗിച്ചു. അതേപോലെ തന്നെ അടുത്തതിൽ എന്താണ്? വാട്ടർ അല്ലെ? പ്യുവർ വാട്ടർ, വെള്ളം എടുത്തിട്ടുണ്ട്. മറ്റേതിൽ എന്ത് ചെയ്തു? ഈ പറയുന്ന പോലെ വെള്ളവും പാലും ഒക്കെ കലർന്നിട്ടുള്ള ഒരു എന്ത് ചെയ്തു? ഒരു സ്കീമായിട്ടുള്ള എടുത്തു അല്ലെ? നമുക്ക് ഒന്നുകൂടെ ഇത് വരച്ച് കാണിക്കാം മിസ്. 1 2 3. ഇതിലെന്താണ്? വാട്ടർ ഉണ്ട്. വാട്ടറിനോടൊപ്പം തന്നെ മിൽക്കും ഉണ്ട്. ഇതില് മിൽക്ക് മാത്രം, ഒന്നിൽ നമ്മൾ എന്ത് ചെയ്യാ? വാട്ടർ മാത്രം. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യാ? ഇവിടെ കാണുന്ന ഈ ലാക്ടോമീറ്ററില്ലേ, ഈ ലാക്ടോമീറ്റർ നമ്മൾ 3ലും എന്ത് ചെയ്യാ? ഡിപ്പ് ചെയ്ത് നോക്കുക അല്ലെ? അങ്ങനെ 3ലും ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഏതിലായിരിക്കും ലാക്ടോമീറ്റർ ഏറ്റവും ഉയർന്ന് കാണുന്നത് അല്ലെ? ഇങ്ങനെ ഒരു ചോദ്യം ഇവിടെ ഉണ്ട് അല്ലെ? ലാക്ടോമീറ്റർ ഏത് ടെസ്റ്റ് ട്യൂബിലാണ് ഉയർന്ന് നിൽക്കുക എന്നുള്ളത് അല്ലെ? തീർച്ചയായിട്ടും അതിന് ഉത്തരം എന്താണ്? പാൽ അല്ലെ? പാലിലായിരിക്കും എന്ത് ചെയ്യുക? ലാക്ടോമീറ്റർ ഉയർന്ന് നിൽക്കുക. ഏറ്റവും താഴെ കിടക്കുന്നത് ഏതായിരിക്കും? അത് വെള്ളമായിരിക്കും അല്ലെ? പ്യുവർ വാട്ടറിലായിരിക്കും ഏറ്റവും താഴ്ന്നു കിടക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും റീഡിങ് മനസ്സിലായി കഴിഞ്ഞാൽ വെള്ളം ചേർത്ത പാലിൽ അല്ലെ, പാലിൽ ശുദ്ധമായ അളവിലും ആയിരിക്കത്തില്ല റീഡിങ് കാണിക്കുക, വെള്ളമുള്ളതുപോലെ ആയിരിക്കത്തില്ല അല്ലെ റീഡിങ് കാണിക്കുക. ഒരു ഏകദേശം ഇതിന്റെ ഒരു നടുക്കായിട്ടായിരിക്കും റീഡിങ് കാണിക്കുക. അപ്പൊ തന്നെ പിടികിട്ടും അല്ലെ, ഇത് വെള്ളം ചേർത്ത പാലാണ്. മനസ്സിലായോ മക്കൾക്ക്? ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അല്ലെ, ഇത് കുറച്ചും കൂടെ ഒരു അപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണ്. 3 ടെസ്റ്റ് ട്യൂബുകൾ തന്നു. 3 ടെസ്റ്റ് ട്യൂബുകളിൽ ഒന്നില് വെള്ളം നമ്മൾ എടുത്തു, ഒന്നില് പാലെടുത്തു, ഒന്നില് പാലും വെള്ളവും കലർന്ന ദ്രാവകം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാക്ടോമീറ്റർ ഏതിലാണ് ഏറ്റവും ഉയർന്നു കിടക്കുക എന്ന് USSന് ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ മക്കളെ ഇനി കൺഫ്യൂഷൻ ആക്കരുത് അല്ലെ? പാലല്ലേ കുറച്ച് ഉയർന്ന ആളാണെന്ന് അങ്ങ് ഇവര് വിചാരിക്കുക അല്ലെ? പാലും വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ പാൽ എന്താണ് കുറച്ചും കൂടി റിച്ച് ആയിട്ടുള്ള ആളല്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പാലിലാണ് ഇത് ഉയർന്നു കിടക്കുക എന്ന് എന്ത് ചെയ്യുക? അങ്ങോട്ട് പഠിച്ചു വെക്കുക. ഓക്കെ ആണോ? സെറ്റ് ആണോ? യെസ്. അപ്പൊ ഇത് എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അതേപോലെ തന്നെ പാലിൽ അല്ലെ, പാലില് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ചിലപ്പോ അല്ലെ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന രീതിയിൽ അരിമാവ് അല്ലെങ്കിൽ അന്നജം കലർത്താറുണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു അന്നജം നമ്മുടെ പാലിൽ ഉണ്ടോ എന്നറിയാൻ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ഏതാണെന്ന് നിരവധി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഏത് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യാറ്? അയഡിൻ അല്ലെ? അയഡിൻ ടെസ്റ്റ്. ഇനി ഇത് പാലുമായിട്ട് ഒന്നും ബന്ധമില്ലാതെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക അല്ലെ? എന്താ ചോദിക്കുക? അന്നജത്തിന്റെ അല്ലെ, അന്നജത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർച്ച് കേട്ടോ. അന്നജം എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച് ആണ്. സ്റ്റാർച്ച് ഒരു മിൽക്കിലോ ഉണ്ടോ എന്നറിയാനാണ് നമ്മൾ അയഡിൻ ടെസ്റ്റ് ചെയ്യാറ്. അതിന് അതല്ല, സ്റ്റാർച്ചിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, സ്റ്റാർച്ച് ഒന്നിൽ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തുന്ന അല്ലെ, നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. സ്റ്റാർച്ച് ഉണ്ടോ എന്നറിയാൻ നമ്മൾ എന്താ ചെയ്യുക? അയഡിൻ ടെസ്റ്റ് ചെയ്യും അല്ലെ. അയഡിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെ ഈ പറയുന്ന ആൾ എന്തായിട്ട് മാറും? ബ്ലൂ കളർ അല്ലെ, ബ്ലൂ കളറിൽ, അതും എന്ത് ബ്ലൂ ആണ്? ഡാർക്ക് ബ്ലൂ കളറിലേക്ക് മാറുന്നതായിരിക്കും. അപ്പൊ അയഡിൻ എന്ന് കാണുമ്പോൾ നിങ്ങൾ ആലോചിച്ചോളാം, അയഡിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അയഡിൻ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്റ്റാർച്ച് ഉണ്ടോ ഇല്ലയോ എന്നറിയാനാണ് നമ്മൾ അയഡിൻ ടെസ്റ്റ് നടത്തുക എന്നുള്ള കാര്യം കൂടെ എന്റെ മക്കൾ എന്ത് ചെയ്യുക? ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. സംശയങ്ങളൊന്നും ഇല്ലല്ലോ? ക്ലിയർ ആണോ? അയഡിൻ ടെസ്റ്റ് നമ്മൾ എപ്പോഴാ ചെയ്യുക? അയഡിൻ ടെസ്റ്റ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർച്ച് ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? അയഡിൻ ടെസ്റ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പൊ മക്കളെ നമ്മൾ എന്തായാലും പഠിച്ചല്ലേ, ഇപ്പൊ എല്ലാത്തിലും മായമുണ്ട്. അപ്പൊ മായമില്ലാത്ത ഒരു ഫുഡ് നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ എന്താണ്? അവകാശമാണ് അല്ലെ. അപ്പൊ അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാരത സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഏജൻസി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, ദ ക്വാളിറ്റി ഓഫ് ഫുഡ് സബ്സ്റ്റൻസ് ഈസ് ടെസ്റ്റഡ് ബൈ എൻ ഏജൻസി നെയ്മഡ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെ. ചുരുക്കപ്പേരെന്താണ്? FSSAI അല്ലെ. അപ്പൊ ഇതെന്താണ്? നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ ഇതിന്റെ ക്വാളിറ്റി ഇവരെന്ത് ചെയ്യും? ചെക്ക് ചെയ്യുന്നതായിരിക്കും. ശേഷം ഇവരെന്ത് ചെയ്യും? ഇതിന് വേണ്ടിയിട്ട് അല്ലെ, ഇത് ചെക്ക് ചെയ്തതാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും? മാർക്കുകൾ കൊടുക്കും. നോക്കിക്കോ നിങ്ങള്,
അഗ്മാർക്ക് അല്ലെ, അഗ്മാർക്ക് മുദ്ര എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ നിങ്ങൾ എല്ലാവരും. എന്താണ് ഈ അഗ്മാർക്ക്? ധാന്യങ്ങള്, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ ഭാഗികമായി സംസ്കരിച്ച വേർമിസില്ലി അല്ലെ, അതിലൊക്കെ എന്ത് ചെയ്യും ഇവർ ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തു എന്നുള്ളത് അല്ലെ പ്രോപ്പർ ആയിട്ട് കാണിക്കുക. അപ്പൊ പ്രോസസ്ഡ് ഫുഡ് സ്റ്റഫിലും നമ്മുടെ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും ഒക്കെയുള്ള ക്വാളിറ്റി എൻഷുറൻസിന്റെ മാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അഗ്മാർക്ക് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അഗ്മാർക്ക് എന്നത് എന്താണ്? അവർ ചെയ്ത അല്ലെ ക്വാളിറ്റിയുടെ എംബ്ലം ആണ്. അവർ ക്വാളിറ്റി ചെക്ക് ചെയ്തു കഴിഞ്ഞു, ഇത് പ്രൂവൺ ആണ് എന്നുള്ളതിന്റെ ഒരു എംബ്ലം ആണ് അഗ്മാർക്ക് എന്ന് പറയുന്നത് അല്ലെ. സെയിം ടൈം FSSA എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഏജൻസി അല്ലെ. അവർ ഫുഡ് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന ഒരു ഏജൻസി കൂടെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പൊ ഈ ഏരിയകളൊന്നും എന്ത് ചെയ്യരുത്, ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പൊ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പൊ മിസ് എന്ത് ചെയ്യാം, ഒരു ചോദ്യം കൂടെ നിങ്ങളോട് ചോദിക്കാം അല്ലെ. അപ്പൊ ചോദ്യം ഇതാണ്, നമ്മൾ മീനൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഐസ് ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഈ ഐസ് പെട്ടെന്ന് അല്ലെ, ഐസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് കട്ടയാവാൻ വേണ്ടിയിട്ട് അല്ലെ, ഇത് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് സോൾഡിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആൻസർ അറിയുന്ന മക്കൾ എന്ത് ചെയ്യുക, ഇത് കമന്റ് ബോക്സിൽ ഇടുക കേട്ടോ. അപ്പം ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റു വീഡിയോസുമായിട്ട് എല്ലാ മിസ്സുമാരും വരുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടിപൊളിയായിട്ടിരിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സോ മച്ച്.